കൊച്ചുങ്ങളുടെ ആഹാരത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ല കേട്ടോ. എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് വളരെ മോശമാണ്. ഞാൻ പച്ചക്കറി കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. എങ്കിൽ പോലും എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ ഞാൻ നോക്കാറുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങുമ്പം ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ അത് എങ്ങനെ എടുക്കും എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ഈ ആഹാരം കൊടുക്കുന്നത് വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ ആഹാരം കൊടുക്കുന്നതിനെ പറ്റി പോലും കൊച്ചുങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം പറയും പണ്ട് കാലത്ത് അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, എല്ലാവരും എല്ലാം ചെയ്തില്ലേ. പണ്ട് കാലത്ത് ആർക്കെങ്കിലുമൊക്കെ ദഹനക്കേടുണ്ടായിരുന്നോ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഞാൻ ഈ കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാലത്തുള്ള ഫെസിലിറ്റീസ് എന്താണോ ഞാൻ അത് യൂസ് ചെയ്യുന്നു. സെയിം ആഹാരം അടുപ്പിച്ച് ഒരു 2-3 ദിവസമെങ്കിലും കൊടുക്കാൻ നോക്കണം. അപ്പം നമുക്ക് അലർജീസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗട്ട് കൺഫ്യൂഷൻ, ഇൻഡൈജഷൻ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. മാർത്തയുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. ചില അമ്മമാർക്ക് ഈ പ്യൂരിയിൽ നിന്ന് സോളിഡ്സിലേക്ക് മാറാൻ ഭയങ്കര ഒരു പേടിയുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാറിയാൽ മതി. ഈ ഒരു തിങ്കളാഴ്ച 10 മണിക്ക് നിങ്ങൾ സോളിഡ്സിലോട്ട് കയറിയില്ലെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. നമ്മളോട് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എൻ്റെ കുട്ടിക്ക് അതിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. കാര്യം അവർക്ക് എന്താണോ ബെസ്റ്റ് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ.